വെടിവെക്കാൻ നന്ദി പറയുന്നത് ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ബാനറല്ല വലുത്, ഞങ്ങളുടെ ഡിനോമിനേഷൻ അല്ല വലുത്, ഞങ്ങളുടെ പ്രസ്ഥാനമല്ല വലുത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവരാജ്യമാണ് കർത്താവേ. അവിടുത്തെ സഭയാണ് കർത്താവേ. യേശുവേ, അവിടുന്നാണ് സഭയുടെ നാഥൻ, അവിടുന്നാണ് സഭയുടെ തല, അവിടുന്നാണ് രക്തം ചിന്തിയത്, അവിടുന്നാണ് ജീവനെ തന്നത്, അവിടുത്തെ ശരീരമാണ് തകർക്കപ്പെട്ടത്. കർത്താവേ, അവിടുന്നാണ് മുതൽ മുടക്കിയത്. കർത്താവെ, ഞങ്ങൾ ആരും ഒന്നുമല്ല കർത്താവ്, ഞങ്ങളെല്ലാവരും കർത്താവിന്റെ കൂടെ കൂട്ടുപരക്കാരാണ്. അവിടുന്നാണ് സഭയുടെ പണിക്കാരൻ. കർത്താവെ, ഇന്ന് അവിടുന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ പ്രവൃത്തി അതിന്റെ പൂർണ്ണതയിലേക്ക് നടത്തുവാൻ കർത്താവെ അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങയോടെ കൂടെ ചേർന്ന് പണിയുവാൻ ഞങ്ങളെ വിളിച്ചതിനോട് നന്ദി പറയുന്നത് കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദാസൻ എന്നുള്ള നിലയിൽ അവിടുന്ന് എനിക്ക് തന്ന അഭിഷേകത്തിൽ നിന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, ഈ പുതിയ പ്രവർത്തനം ദൈവനാമ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യം കെട്ടുപണിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അവിടെ ഞങ്ങൾ ചെയ്യുന്നതിനാണ് ഞാൻ നന്ദി പറയുന്നത് കർത്താവ്. വലിയ കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, വലിയ കാര്യങ്ങൾ കർത്താവേ ഞങ്ങൾ മുന്നിൽ കാണുന്നു. ഹല്ലേലൂയ. അനേകരെ കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് തീരട്ടെ. അവിടെ ഞങ്ങൾ ചെയ്യുന്നതിനാണ് നന്ദി പറയുന്നത് കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ. വളരെ വേഗത്തിൽ കർത്താവിനെ ഏൽപ്പിച്ച ഒരു ദൂത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ ഉമ്മൽ കോയിലിൽ ആരംഭിച്ച മെസ്സേജ് ഇന്നിവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. അപ്പൊ ഉമ്മൽ കോയിൽ കൂടിയ ആൾക്കാർക്ക് ഇന്ന് പകുതിയെ പറയാൻ പറ്റുമെന്നുള്ളൊരു ഇതുകൊണ്ടാണ് നിങ്ങൾക്കത് ബാക്കിയോടെ കിട്ടും. But I'll just give a context. നമ്മുടെ ചർച്ച് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സഭ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ തലയിൽ, നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പിക്ചർ എന്താ? ഞായറാഴ്ച ഒരു കൂടി വരും, കുറച്ച് പാട്ട് പാടും, സങ്കീർത്തനം വായിക്കും, പ്രസംഗിക്കും, അല്ലേ? ചിലർക്ക് ഒരു കെട്ടിടമായിരിക്കും, ചിലർക്ക് ചർച്ച എന്ന് പറയുന്ന ഒരു കെട്ടിടം മനസ്സിൽ വരുന്നത്, ചിലർക്ക് ഒരു ഫംഗ്ഷനാണ് മനസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ ചർച്ച് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ് മനസ്സിൽ വരുന്നത്. ഡിഫറെന്റ് പിക്ചേഴ്സ്. ബട്ട് മോസ്റ്റ്ലി നമ്മൾ ചർച്ച് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടായി വരുന്ന ഒരു നിർവചനം അല്ലെങ്കിൽ ഡെഫിനിഷൻ നമ്മുടെ ചർച്ചിനോടുള്ള നമ്മുടെ അനുഭവത്തെ ആസ്പദമാക്കിയോ അല്ലെങ്കിൽ നമ്മളെ ആളുകൾ പറഞ്ഞു പഠിപ്പിച്ച ഒരു കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് പിക്ചറാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? എന്നാൽ ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ചർച്ച എന്ന് പറയുന്ന വാക്ക് അതിന്റെ മൂലഭാഷയിൽ എക്ലീസിയ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശു കർത്താവിന്റെ 4 സുവിശേഷങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ കർത്താവ് ഈ ചർച്ച എന്നുള്ള വാക്ക് 2 പ്രാവശ്യം മാത്രം ഉപയോഗിച്ചു. ഒന്ന് മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ പത്രോസിനോട് പറഞ്ഞു, ഈ പറയാൾ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. അടുത്തത് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അത് ഒത്തുതീർപ്പാക്കാനായിട്ട് സഭയിൽ വന്ന് സംസാരിക്കണം. ഈ 2 സ്ഥലങ്ങളിലാണ് സഭ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സഭ എന്നുള്ള വാക്ക് പുതിയ നിയമം എഴുതിയിരിക്കുന്ന ഗ്രീക്കിലാണ്. അപ്പൊ യേശു ഈ സഭ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ആ വാക്ക് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ആ വാക്ക് പറഞ്ഞ വാക്കൊക്കെ മനസ്സിലായത്. അപ്പൊ അന്ന് അപ്പോസ്തല പ്രവൃത്തികൾ വരുന്നതിന് മുമ്പാണ് യേശു പറയുന്നത്. അപ്പൊ പുതിയ നിയമ സഭ ഒന്നും ഉളവായിട്ടില്ല. ഓക്കെ, ശരി, നിങ്ങളുടെ കൂടെ ഉണ്ടോ? പുതിയ നിയമസഭ പിറന്നിട്ടില്ല. പുതിയ നിയമസഭ പിറക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് യേശു കർത്താവ് സഭ എന്നുള്ള വാക്ക് പറയുമ്പോൾ ആ വാക്ക് ഓൾറെഡി ഒരു നിർവചനം ഉണ്ടായിരുന്നു, അല്ലേ? നമ്മളിപ്പോ ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം നമുക്കുണ്ടല്ലോ. അപ്പം ഈ ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതിയിരിക്കുന്നത്. അപ്പം യേശു ഈ സഭ എന്നുള്ള വാക്ക് പറഞ്ഞപ്പോ ഓക്കെ, അവർക്കുണ്ടായിരുന്ന അതിന് കിട്ടിയ നിർവചനം എന്താണ്? ആളുകൾക്ക് മനസ്സിലായത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ എക്ലീസിയ എന്നുള്ള വാക്ക് അതൊരു മോർ ദാൻ എ നൗൺ, ഇറ്റ്സ് എ വെർബ്. അതിന്റെ അർത്ഥം ആളുകൾ കൂടി വരുന്നു, കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. കൂടി വരവല്ല പ്രധാനം. ആളുകൾ കൂടി വരുമ്പോൾ തന്നെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സിവിലിയൻ ഇഷ്യൂസ്
നാട്ടിൽ വ്യത്യാസം വരുത്താനുള്ള കാര്യങ്ങൾ, നാട്ടിൽ എന്തൊക്കെ വ്യത്യാസം വരുത്തണം, നാട്ടിൽ എന്തൊക്കെ രൂപാന്തരം വരുത്തണം, നാട്ടിൽ എന്തൊക്കെ പുരോഗതി വരുത്തണം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് ആ ഒരു കൂട്ടം ആളുകൾ കൂടി വരുന്നൊരു പ്രക്രിയക്കാണ് സമയം എന്ന് പറയുന്നത്. എക്ലീസിയ എന്നുള്ള വാക്ക്. ഹല്ലേലൂയ. അപ്പം ഈ കൂടി വരിക എന്നുള്ളതല്ല പ്രധാനം. കൂടി വന്നിട്ട് ഇവിടെ കുറച്ച് ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതല്ല പ്രധാനം. ഇവിടെ കൂടി വരുന്നതിന്റെ ഫലമായിട്ട് പുറത്തെന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ആമേൻ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ ഓടിച്ചു പറഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ സഭയെന്നുള്ള വാക്ക് 2 പ്രാവശ്യമേ ഉപയോഗിച്ചുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു വാക്ക് ദൈവരാജ്യം എന്നുള്ള വാക്കാണ്. കിങ്ഡം ഓഫ് ഗോഡ്. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, റിപ്പന്റ് ആൻഡ് ബിലീവ് ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഹിയർ. മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുക, ദൈവരാജ്യം വന്നിരിക്കുന്നു. അപ്പം യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ദൈവരാജ്യം എന്നുള്ള വാക്ക് 106 പ്രാവശ്യം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 106 പ്രാവശ്യം. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ പ്രാധാന്യം എന്തിനാണ്. റൈറ്റ്. അപ്പൊ യേശു ഈ ദൈവരാജ്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം കർത്താവ് കൊടുക്കാൻ കാരണം? അപ്പൊ ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് യേശു കർത്താവ് പറയുമ്പോൾ, ഞാൻ പാസ്റ്ററിന്റെ വീട്ടിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. എന്റെ മനസ്സിൽ വന്നിരുന്ന നിർവചനം, ഡെഫിനിഷൻ, ഹെവൻ. ഞാൻ വളർന്നു വന്നുകൊണ്ടിരുന്നു ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്ന കാര്യമാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്വർഗം അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. പക്ഷെ ദൈവരാജ്യം ഇവിടെ ആരംഭിക്കുക. ഹല്ലേലൂയ. എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ജിയോഗ്രാഫിക്കൽ ടെറിട്ടറി അല്ല. നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോഴത്തെ അതിന്റെ അതിര് വിസ്തീർണം, ജിയോഗ്രാഫിക്കൽ ടെറിട്ടറിയുടെ കാര്യമല്ല യേശു പറയുന്നത്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ദൈവത്തിന്റെ ഇഷ്ടം നിറവേറപ്പെടുന്ന ഒരു സ്ഥലമാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവരാജ്യം എന്ന് പറയുന്ന സംഭവം ഡെമോക്രസി അല്ല. പല സംവിധാനങ്ങളുണ്ടല്ലോ, ഭരണ സംവിധാനങ്ങളുണ്ടല്ലോ. ദൈവരാജ്യം ബൈബിളിനകത്ത് ഇംഗ്ലീഷിൽ കിങ്ഡം ഓഫ് ഗോഡ്. രാജ്യം എന്ന് പറഞ്ഞാൽ അവിടെ രാജാവുണ്ട് അല്ലെ? അവിടെ നമ്മള് തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ ഭരിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ ഭരിക്കുന്ന ഒരു സിസ്റ്റം അല്ല. എത്രയോ സിസ്റ്റംസ് മനുഷ്യരുണ്ടാക്കി അതുകൊണ്ട് തന്നെ ഇല്ലേ? ഭരണ സിസ്റ്റം കമ്മ്യൂണിസം ഉണ്ട്, അല്ലാതെ സോഷ്യലിസം ഉണ്ടായി, ഇമ്പീരിയലിസം ഉണ്ടായിരുന്നു, അങ്ങനെ റോമൻ സാമ്രാജ്യം, അങ്ങനെ പല ഭരണ സിസ്റ്റങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതൊന്നും ശാശ്വതമായില്ല, എല്ലാം പൊളിഞ്ഞു പോയി. മനുഷ്യർ ഉണ്ടാക്കിയ സിസ്റ്റംസ് ആണ്. അവസാനം മനുഷ്യൻ ഏറ്റവും ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഏറ്റവും നല്ല സിസ്റ്റമാണ് ഡെമോക്രസി. അതും പെർഫെക്റ്റ് അല്ല. ഡെമോക്രസി കൊണ്ട് സംഭവങ്ങളിൽ നല്ലോണം നടക്കുന്നുണ്ടോ? ഈ ഡെമോക്രസി എന്ന് പറയുന്ന സംഭവത്തിന്റെ അടിസ്ഥാനം തന്നെ മിസ്ട്രസ്റ്റ് ആണ്, വിശ്വാസമില്ലായ്മയാണ് അതിന്റെ മിസ്ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഞങ്ങള് 5 കൊല്ലത്തേക്ക് ഇതിനെ തെരഞ്ഞെടുത്ത് ആക്കുകയാണ്, വിശ്വസിച്ച് ജയിപ്പിക്കുകയാണ്. വിശ്വാസമില്ല, അതുകൊണ്ട് 5 കൊല്ലം എന്ന് പറയുന്നത്. ശരിയായിട്ട് നിന്നാൽ കുറച്ചുകൂടെ തരാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഇറങ്ങും. അതിന്റെ അടിസ്ഥാനം തന്നെ വിശ്വാസമില്ലായ്മയാണ്. അതിനെ കുറിച്ച് പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ്. അപ്പൊ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഡെമോക്രസി അല്ല, ഈ രാജാവിന്റെ ഭരണമാണ് ദൈവരാജ്യം. ആരാണ് രാജാവ്? നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ വായിച്ചു, ദൈവം തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു, തന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവം മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി അവയും സൃഷ്ടിച്ചു ദൈവം. ബാക്കി എല്ലാത്തിനും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ആണ് അത് എന്ത് മനോഹരമായിട്ട് കർത്താവ് ചെയ്തത്. ദൈവം ആദ്യം മനുഷ്യനെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചു,
അവൻ മനുഷ്യൻ കർത്താവ് വിശക്കുന്നു, എന്നിട്ട് വിശക്കുന്നില്ലേ, എന്നാൽ ഇച്ചിരി പഴങ്ങൾ ഉണ്ടാക്കി തരാം. അങ്ങനെയൊന്നും ചെയ്യില്ല. കർത്താവ് വളരെ സിസ്റ്റമാറ്റിക് ആണ് എല്ലാം. He created everything. Then he created man. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഭൂമിയിലാക്കിയിട്ട് പറഞ്ഞു, മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ ഇവിടെ വാഴാനാണ്. ഹല്ലേലൂയ. ആരാണ് സാധാരണ വാഴുന്ന രാജാവാണ്? അഖിലാണ്ടത്തിന്റെ മുഴുവൻ രാജാവാനാണ് ദൈവം. ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഈ ഭൂമി എന്ന് പറയുന്ന ഈ പ്ലാനറ്റിലാക്കി വെച്ചിട്ട് പറഞ്ഞു, ഈ പ്ലാനറ്റിന്റെ രാജാവ് നീ. അതുകൊണ്ടാണ് 115 സങ്കീർത്തനത്തിന്റെ 16 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സ്വർഗം യഹോവയുടെ സ്വർഗമാവും, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഭൂമി ദൈവം മനുഷ്യന് കൊടുത്തതാണ്. എന്നാൽ ആദാമിന്റെ പാപം നിമിത്തം ഈ ഭൂമിയുടെ അവകാശം ആദാമിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. ആദാമിന്റെ അവയുടെ കയ്യിൽ നഷ്ടപ്പെട്ടു. ആദമും അവയും ദൈവം പറയുന്നത് കേട്ട് ദൈവം പറയുന്ന അനുസരിച്ച് ഈ ഭൂമിയെ വാണിരുന്നെങ്കിൽ ഈ ഭൂമി സ്വർഗം പോലെ ആയിരുന്നു. കാരണം ദൈവത്തിന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല. സ്വർഗത്തിൽ ദൈവം ആരാണോ ആ ദൈവം തന്നെയാണ് ഭൂമിയിൽ. അപ്പൊ സ്വർഗത്തിൽ വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത ഒരു സ്ഥലം സ്വർഗമായി തീരാൻ കാരണം ദൈവത്തിന്റെ ഇഷ്ടം അവിടെ നിവർത്തിക്കുന്നു. അതേ ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുന്നതിന് മുഖാന്തരം ഭൂമിയിൽ മനുഷ്യൻ നിവർത്തിച്ചിരുന്നെങ്കിൽ ഭൂമി എന്തായി മാറിയാണ്? സ്വർഗമായി മാറിയാണ്. ദൈവത്തിന്റെ പ്ലാൻ അതായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം നിമിത്തം അത് പിശാചിനെ ഏൽപ്പിച്ചു. പിശാച് ഭൂമി എന്ത് ചെയ്തു? അവന്റെ സ്വന്തം നാട് പോലെ ആക്കി വെച്ചു, നരകമാക്കി വെച്ചു. ഇന്ന് ലോകത്തിൽ 4 കോടി ആളുകൾ, ഇന്ന് ഈ 2023 4 കോടിയിലധികം ആളുകൾ അടിമത്തത്തിലുണ്ട്. മോഡേൺ ഡേ സ്ലേവറി, ബോണ്ടഡ് ലേബർ, സെക്ച്വൽ സ്ലേവറി നമ്മളിപ്പം ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അതിൽ 80 ലക്ഷം, മോർ ദാൻ 8 മില്യൺ പീപ്പിൾ ആർ ഇൻ ഇന്ത്യ itself. ഇന്ത്യയിൽ ഓരോ ദിവസവും 80 ലക്ഷത്തിലധികം ആളുകൾ ലിറ്ററൽ സ്ലേവറിയിൽ, ബോണ്ടഡ് ലേബറൽ സ്ലേവറിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ആളുകളെ രക്ഷിക്കുന്ന അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യുന്ന ഒരു വർക്കാണ് ഞങ്ങൾ ചെയ്തത് പലതരങ്ങളിൽ. അപ്പൊ ഇത് ദൈവത്തിന്റെ ഹിതമാണോ? ഇത് സ്വർഗത്തിന്റെ ഒരു കാലാവസ്ഥയാണോ? ആണോ? രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് സ്വർഗത്തിന്റെ കാലാവസ്ഥയാണോ? കുടുംബങ്ങൾ തമ്മിൽ കലഹിക്കുന്ന, ഭാര്യ ഭർത്താവും കൂടെ കലഹിച്ച് പിരിയുന്നു, സ്വർഗമാണോ അവിടെ? അല്ല. ഇന്ന് ഭൂമിയിൽ പിശാചിന്റെ ആധിപത്യത്തിലേക്ക് ആദാം ഹവ്വയെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പിശാച് എന്ത് ചെയ്തത്? നരകം പോലാക്കി തീർത്തു. അപ്പൊ യേശു കർത്താവ് വന്നതിന് വേണ്ടിയാണ്. ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പോവാണ്. കർത്താവ് വന്നതിന് വേണ്ടിയിട്ടാണ്. കർത്താവ് വന്ന ആദ്യത്തെ മെസ്സേജ് തന്നെ ഞാൻ മടങ്ങി വരികയാണ്. കർത്താവിന്റെ മെസ്സേജ് മൊത്തം എന്താണ്? ദൈവരാജ്യം വന്നിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് അനൗൺസ് ചെയ്യുകയാണ്, മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ദൈവം എന്ത് പർപ്പസിന് വേണ്ടിയിട്ട് മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചോ ആ പർപ്പസിലേക്ക് ഈ ഭൂമിയെ തിരിച്ചു കൊണ്ടുവരുന്ന പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കർത്താവ് പോയിടത്തൊക്കെ ചെറിയൊരു സ്വർഗത്തിന്റെ കാലാവസ്ഥയോട് സൃഷ്ടിച്ചു. രോഗമുള്ളിടത്ത് സൗഖ്യം, മരണമുള്ളിടത്ത് ജീവൻ, വിശപ്പുള്ളിടത്ത് ആഹാരം, സങ്കടമുള്ളിടത്ത് സന്തോഷം. ഹല്ലേലൂയ. യേശു ഉള്ളിടത്തൊക്കെ സ്വർഗമായിരുന്നു. അപ്പൊ യേശു കർത്താവ് മനുഷ്യനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രസക്ത ഭാഗം ഇതായിരുന്നു: നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. രാജ്യം വരുന്ന എപ്പോഴാണ്? ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുമ്പോഴാണ്. ഈ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കുന്നത് ആരാണ്? അതിനുവേണ്ടി ദൈവം സ്വർഗത്തിന്റെ ദൂതനെ അയക്കേണ്ട ആവശ്യമുണ്ടോ? 1996 ഞാനൊരു ആവശ്യത്തിന് വേണ്ടി ബോംബെ പോയതാണ്. എൻ്റെ ഓട്ടോറിക്ഷയിലിരിക്കുക. ഒരു ട്രാഫിക് സിഗ്നലിൽ വന്നപ്പോൾ കുറെ കുഞ്ഞുങ്ങൾ ഓടി വന്നിട്ട് ഒരു കൊച്ചൊരു 6 വയസ്സുള്ള കുഞ്ഞ്, അവളൊരു അണ്ടർവെയർ മാത്രമേ ഇട്ടുള്ളൂ, മുടിയെല്ലാം ചട പിടിച്ച് എല്ലും തൊലി മാത്രമേ ഉള്ളൂ. എനിക്ക് അന്ന് കണ്ടിട്ട് വല്ലാതെ സങ്കടം തോന്നി. കണ്ടു കഴിഞ്ഞാൽ 3-4 ദിവസമായിട്ട് എനിക്ക് ആഹാരം കഴിച്ചിട്ടില്ല തോന്നി. അവിടെ കണ്ണുകളിൽ എനിക്ക് ഭയവും ഒരു ഹോപ്പ്ലെസ്നെസ്സും കാണാൻ കഴിയും.
എനിക്ക് ഹിന്ദി അങ്ങോട്ടും അറിയത്തില്ല. ഹിന്ദിക്ക് ഞാൻ എങ്ങനെയാണ് ജയിച്ചതെന്ന് സ്കൂളിൽ എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എനിവേ, അപ്പൊ എന്താണ് ഇവരോട് പറയേണ്ടത് എനിക്ക് അറിയത്തില്ല. ഞാനെന്ത് ചെയ്ത് എൻ്റെ പോക്കറ്റിലുണ്ടാകുന്ന കുറെ ക്യാഷ് എടുത്ത് നേരെ ഇവിടെ കയ്യിലോട്ട് കൊടുത്തു. ഒരാഴ്ച നമുക്ക് ആഹാരം കഴിക്കാനുള്ള പൈസ കാണും. അന്നേരത്തെ സിഗ്നൽ വച്ചായി റിക്ഷ മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങി. ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചുമ്മാ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഒരു ഓൾഡർ ഗേൾ, കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ വന്നിട്ട് ഈ കൊച്ചിൻ്റെ, ഞാൻ കുറെ പൈസ കൊടുത്തിരുന്നത് കണ്ടിട്ട് ഈ പണം മൊത്തം അങ്ങോട്ട് പിടിച്ച് മേടിച്ച് ഒറ്റ തള്ളാൻ തള്ളി പോയി. ഞാൻ നോക്കിപ്പോയി കുഞ്ഞിങ്ങനെ വെറും കൈയായിട്ട് പിന്നെയും കൈ പറഞ്ഞിട്ട് പിടിച്ച് നിൽക്കുകയാണ്. വണ്ടികൾ ആയിരക്കണക്കിന് വണ്ടികൾ പോയിക്കൊണ്ട് എന്ത് ചെയ്യും? ഞാൻ ഹോട്ടൽ മുറിയിലോട്ട് പോയിട്ട് വളരെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും ഒരു നിസ്സഹായ അവസ്ഥയും എല്ലാം കൂടെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അവിടുന്ന് ദൈവമാണെങ്കിൽ, അവിടുന്ന് നന്മയാണെങ്കിൽ, അവിടുന്ന് സ്നേഹമാണെങ്കിൽ, അവിടുന്ന് സർവശക്തനാണെങ്കിൽ, അവിടുന്ന് ഇതൊക്കെയാണെന്ന് എനിക്കറിയാം. പക്ഷേ അവിടുന്ന് ഇതൊക്കെയാണെങ്കിൽ എന്തുകൊണ്ട് അവിടുന്ന് ഇത് അനുവദിക്കുന്നു? ഈ സഫറിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ ഓഫ് പീപ്പിൾ, വൈ ഡു യു അലൗ ദിസ് ടു ഹാപ്പൻ? മറുപടി ഒന്നും വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങോട്ടൊരു ചോദ്യം, നീ എന്തുകൊണ്ട് ഇത് അനുവദിക്കുന്നു? ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ ശരിയല്ലേ, ഒരു വിശക്കുന്ന ഒരു കുഞ്ഞിന് ആഹാരം കൊടുക്കാനായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ അയക്കേണ്ട ആവശ്യമുണ്ടോ? അടിമത്വത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ അയക്കേണ്ട ആവശ്യമുണ്ടോ? വിദ്യാഭ്യാസം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ സ്വർഗത്തിൽ ദൂതനെ അയക്കേണ്ട ആവശ്യമുണ്ടോ? യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു ഗ്രാമത്തിൽ, പട്ടണത്തിൽ പോയി യേശുവിനെ കുറിച്ച് പറയുവാൻ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ സ്വർഗത്തിൽ ദൂതനെ അയക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ അനുവദിക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ദൈവത്തെ നമ്മൾ കുറ്റം പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെ കുറ്റം പറയുകയാണ്, അല്ലെങ്കിൽ ബാഡ് പോളിസീസിനെ, തെറ്റായ സംവിധാനങ്ങളെ നമ്മൾ കുറ്റം പറയുന്നു. അതെല്ലാം അവിടെ കിടപ്പുണ്ട്. പകുതി ഉത്തരവാദിത്തമുള്ള അവർക്കല്ല. പകുതി ഉത്തരവാദിത്തം ആർക്കാണ്? മിണ്ടാതിരിക്കുന്ന നല്ല ആൾക്കാർക്ക്. സൈലന്റ് ഗുഡ് പീപ്പിൾ. Half the responsibility goes to good people who are silent. And who are these people? Church. ഞാൻ പറഞ്ഞത് ചർച്ചിന്റെ പർപ്പസിലേക്കാണ് വരുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ചർച്ച് നമ്മൾ ദുബായിൽ ആരംഭിക്കുകയാണ്. ഈ ചർച്ചിന്റെ പർപ്പസ് എന്താണ്? നമ്മളിവിടെ കൂടി വന്ന് ഞായറാഴ്ച കൂടി വന്ന് പാട്ടുപാടി ആരാധ്യ പ്രസംഗിക്കായിട്ട് മടങ്ങി പോകുക എന്നുള്ളത് അല്ല. ഇവിടെ വരുന്ന ചാർജിങ് ടൈമാണ്. ഫോൺ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? നമ്മുടെ എക്വിപ്മെന്റ് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യേണ്ട കാര്യം. ഇവിടെ വിശ്വാസികൾ ചാർജ് ആയിക്കൊണ്ടേയിരിക്കുക. ഇവിടെ ചാർജ് വെളിയിലോട്ട് പോകുന്നില്ല. അതിനകത്തുള്ള ആപ്ലിക്കേഷൻസ് അത് ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ചാർജ് ഉണ്ട്. ഹല്ലേലൂയ. നിന്നെ ചാർജ് ചെയ്തിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ പേര് തന്നിരിക്കുന്നത്, നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്നത്, അല്ലെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ഭൂമിയെ മാറ്റാനായിട്ടാണ്, ഭൂമിയെ വീണ്ടും സ്വർഗമാക്കി തീർക്കാനായിട്ടാണ്. ഹല്ലേലൂയ. ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയത് ഈ ഭൂമിയെ സ്വർഗമാക്കി തീർക്കാനാണെന്നുണ്ടെങ്കിൽ ആദാമിന്റെ അനുസരണക്കേട് മുഖാന്തരം അത് പിശാചിന് കൈമാറി. അതുകൊണ്ടാണ് ഈ ബൈബിൾ തന്നെ പിശാചിനെ കുറിച്ച് ഭൂലോകത്തിന്റെ അധിപതി എന്ന് പറയുന്നത്. എന്നാൽ യേശു കർത്താവ് ഭൂമിയിൽ വന്നതും പാപം കൂടാതെ ജനിച്ചതും പാപം കൂടാതെ ജീവിച്ചതും നമ്മുടെ സകല മാനവരാശിയുടെ പാപം തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ മുൾക്കിരീട ധാരിയായി ഇരുമ്പാടികൾക്ക് വേണ്ടി തന്റെ കൈകാലുകളെ ഏൽപ്പിച്ചു കൊടുത്ത് ഇഞ്ചിഞ്ചായി ചോര ഊറ്റി മരിച്ച ഉയർത്തെഴുന്നേറ്റത് എന്തിനു വേണ്ടിയിട്ടാണ്? ആദാമിന്റെ കയ്യിൽ നിന്ന് പിശാച് തട്ടിയെടുത്ത ആ ആധിപത്യം തിരിച്ചു മേടിച്ച് തന്റെ സഭയ്ക്ക് കൊടുക്കാൻ. ഹല്ലേലൂയ. ഇന്ന് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഗവൺമെന്റ് ആരാണ്? ചർച്ചാണ്. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചതിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ലഭിച്ചത് അന്യഭാഷ പറഞ്ഞു കൊണ്ടിരിക്കാനല്ല.
പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അന്യഭാഷ. അന്യഭാഷ is one of the purposes. It's a very important one. പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന്റെ മെയിൻ പർപ്പസ് യേശുവിന്റെ സാക്ഷിയായി മാറുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. യേശുവിന്റെ സാക്ഷിയാകുക എന്ന് പറയുന്നത് യേശുവിന്റെ വിറ്റ്നസ്. യേശു ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് വിശ്വാസികൾ. ഹല്ലേലൂയ. പാസ്റ്ററും വിശ്വാസിയാണ്. കുറച്ചാൾ മുമ്പ് ഒരു പാസ്റ്റർ എന്നെ കാണാൻ വന്നു, ഒരു വ്യക്തി എന്നെ കാണാൻ പറഞ്ഞു, ബിലീവറാണോ? അല്ല, ഞാൻ പാസ്റ്ററാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് പുറത്തു, ഈ പാസ്റ്റർ വിശ്വാസി അല്ലാത്ത ആൾക്ക് പാസ്റ്ററാകാൻ പറ്റും? ഞാൻ വിശ്വാസിയല്ല, ഞാൻ പാസ്റ്ററാകുന്നു. നിങ്ങൾ അവർക്കിടാം. നമ്മുടെ ടൈറ്റിലുള്ള പ്രധാനം, നമ്മുടെ ദൈവ പൈതൽ എന്നുള്ള നമ്മുടെ ടൈറ്റിലാണ് പ്രധാനം. ഹല്ലേലൂയ. നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്ന അഭിഷേകമാണ് പ്രധാനം. ആ അഭിഷേകത്തിന്റെ പർപ്പസ് എന്താണ്? യേശു പറഞ്ഞു, ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇതാണ്: Stay in the city until you have been clothed with power from on high. പരിശുദ്ധാത്മാവ് വരുമ്പോളം നിങ്ങൾ പട്ടണത്തിലിരിക്കണം, പട്ടണം വിട്ടു പോകരുത്. ലൂക്കോസ് 24:49. അപ്പോസ്തല പ്രവൃത്തി 1:4 കർത്താവ് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോളം നിങ്ങൾ പട്ടണം വിട്ടെന്ന് പോകരുത്. കാരണം എന്താണ്? യോഹന്നാൻ 15:5 യേശു കർത്താവ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമാകില്ല. ഹല്ലേലൂയ. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരുന്നു. കാരണം പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർക്ക് എന്തിനുള്ള ശക്തിയാണ് കിട്ടുന്നത്? യേശു ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാകാനുള്ള ശക്തി കിട്ടും. ഹല്ലേലൂയ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ച ഓരോ വ്യക്തിയും നിന്റെ മേൽ ഇന്ന് വ്യാപരിക്കുന്ന ശക്തി എന്താണ്? യേശു ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് ഉള്ളതിന്റെ ഭൂമിയിൽ തെളിവാകാനുള്ള ശക്തിയാണ് നിന്റെ വരുന്നത്. ഹല്ലേലൂയ. ഞായറാഴ്ച ഇവിടെ വന്ന് ചാർജായിട്ട് പോകാനായിട്ട് പോയിട്ട് പിന്നെ അടുത്ത ആഴ്ച പിന്നെ ചാർജായിട്ട് വരാനുള്ള പരിപാടിയല്ലത്. ഓരോ ദിവസവും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങളെക്കാൾ എല്ലാവരെക്കാൾ കൂടുതൽ അന്യഭാഷ പറയും. എപ്പോഴാ? ഇവിടെ കൂടി വരുമ്പോഴല്ലേ പറയുന്നത്. ഇവിടെ കൂടി വരുമ്പോഴാണ് ഒത്തിരി പേര് അന്യഭാഷ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ മൊത്തം പറഞ്ഞു തരുന്നത്. പാട്ട് പാടി 2-3 സ്റ്റാൻസൊക്കെ പാടി അന്യഭാഷ പറഞ്ഞ് പോകും. പിന്നെ അടുത്ത പ്രാവശ്യം പറയുന്നത് ഇവിടെ വരുമ്പോഴാണ് ഒത്തിരി പേര്. എല്ലാവരുടെ കാര്യമല്ലോ. ഇവിടെ കൂടി വരുമ്പോൾ നിങ്ങളുടെ 10 പേർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ പറ. പൗലോസ് പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ അന്യഭാഷ പറയുന്നു. വണ്ടി ഓടിക്കുമ്പോഴും, പാത്രം കഴുകുമ്പോഴും, കുളിക്കുമ്പോഴും അന്യഭാഷ പറയാൻ പാട്ട് പാടിയിട്ട് 3 സ്റ്റാൻസ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അന്യഭാഷ പറയാൻ കണ്ണടക്കേണ്ട ആവശ്യമില്ല. ഒറിജിനൽ സ്വതന്ത്രം പറഞ്ഞ കൈരട്ടിക്ക് സ്റ്റാർട്ടാകുന്ന അടിച്ച് സ്റ്റാർട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും സ്റ്റാർട്ടാണ്. ഹല്ലേലൂയ. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ തനിക്കുന്ന ആത്മീയ വർദ്ധന വരുന്നു. ഹല്ലേലൂയ. എന്റെ അകത്ത് തന്നെ ചാർജർ തന്നിരിക്കുക കർത്താവ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് 1 മണിക്കൂർ അന്യഭാഷ പറയണം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നതിന് കുറേ അന്യഭാഷയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിട്ട് പുറത്തിറങ്ങാവുള്ളൂ. കാരണം അന്യഭാഷ പറയുമ്പോൾ തനിക്ക് താൻ ആത്മീയ വർദ്ധന വരുത്തുന്ന പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മുടെ സ്പിരിച്വൽ സെൻസസ് അലൈവ് ആവും. ആത്മീയ കണ്ണുകളും അലേർട്ടാണ്. റൈറ്റ്? ആത്മീയ ചെവി അലേർട്ടാണ്. ആത്മീയ സെൻസസ് അലേർട്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ സ്പിരിച്വൽ സെൻസസ് അലേർട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അവയർനെസ് എന്താണ്? ഐ ആം എ സ്പിരിച്വൽ ബീയിങ്. ഐ ആം സ്പിരിച്വലി അലൈവ്. ഐ ആം ഏബിൾ ടു കണക്ട് വിത്ത് ഗോഡ്. നമ്മുടെ സ്പിരിച്വൽ സെൻസസ് അലൈവ് ആകുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടവുമായിട്ട് നമ്മൾ കണക്ട് ആകും. കാരണം ദൈവം ആത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ജഡത്തിലും കൂടെ വസിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ജഡത്തിലും വസിക്കുക. ഹല്ലേലൂയ. ജഡം എപ്പോഴും അലൈവാണ്. ജഡത്തെ നമ്മളിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആഹാരം കഴിച്ചു, TV കണ്ടു, സോഷ്യൽ മീഡിയ കണ്ടു, പരദൂഷണം കേട്ടു, ഇഷ്ടമില്ലെങ്കിലും കേട്ടോണ്ടിരിക്കും. നമ്മൾ കണ്ടോടുന്നു, ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ടിരിക്കും. ജഡത്തെ TV കണ്ടു എല്ലാം ഇങ്ങനെ ഫീഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആത്മീയ മനുഷ്യനെ നമ്മൾ അലേർട്ടാക്കി വെച്ച് ഫീഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് ഫ്ലഷ് ആണ് എപ്പോഴും അലേർട്ട്. ജഡപ്രകാരം നമ്മൾ അലേർട്ടാണ്, സ്പിരിച്വലി നമ്മൾ അലേർട്ട് അല്ല. അലേർട്ട് അല്ലെങ്കിൽ
ദൈവരാജ്യത്തിന്റെ വക്താക്കളായിട്ട് മാറാൻ നമുക്ക് കഴിയുമോ? കഴിയുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവരാജ്യത്തിന്റെ നമ്മുടെ പർപ്പസ് ഓഫ് അവർ എക്സിസ്റ്റൻസ്, നമ്മൾ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നീ ജീവിച്ചിരിക്കുന്നതിന്റെ ശ്വാസം വലിക്കുന്നതിന്റെ കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പർപ്പസ് നീ ദൈവരാജ്യ വ്യാപ്തിക്കുള്ള ഒരു പവർ നിന്റെ മേൽ തന്നിരിക്കുക. ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് നിന്റെ ജോലി സ്ഥലത്തും, നിന്റെ സ്കൂളിലും കോളേജിലും, നിന്റെ ബിസിനസ്സിലും, സെയിൽസ് ചെയ്യാനായിട്ട് നീ പോകുന്നിടത്തൊക്കെയും കർത്താവ് സ്നേഹിക്കുന്ന ആളുകളുമായിട്ടാണ് നീ ഓരോ ദിവസവും ഇടപെടുന്നത്. ഹല്ലേലൂയ. ഈ ആളുകൾക്ക് യേശുവിനെ ആവശ്യമാണ്. യേശു അവരെ സ്നേഹിക്കുന്നു. അവര് കർത്താവിനെ അറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ അവര് കർത്താവിനെ അറിയണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ദൈവത്തിന്റെ കണക്ഷൻ നീയാണ്. യേശു ജീവിക്കുന്നു എന്നുള്ളതിന് അവർക്ക് തെളിവ് കൊടുക്കേണ്ടത് നീയാണ്. ഹല്ലേലൂയ. സ്പിരിച്വലി അലൈവ് ആൻഡ് അലേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി അത് ഈ ഭൂമിയിൽ നിവർത്തിക്കാനായിട്ട് സാധ്യമാകുള്ളൂ. ഹല്ലേലൂയ. ഞാൻ വിളിച്ചു പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ, നമ്മുടെ സമയം കടന്നു പോയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ചർച്ചിന്റെ ആരംഭമാണ്. ചർച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചർച്ചിന്റെ പർപ്പസ് നമ്മൾ മനസ്സിലാക്കണം. ചർച്ചിന്റെ പർപ്പസ് ഈ കൂടി വരുന്നതല്ല. ഇവിടെ കൂടി വരണം. കൂടി വരുന്നത് ഒരുമിച്ച് കൂടിയിട്ട് കോർപ്പറേറ്റ് വർഷിപ്പ്, വി പ്ലാൻ, വി സ്ട്രാറ്റജൈസ്, and then we get out. ഹല്ലേലൂയ. ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിച്ച് കൂടി വന്നിട്ട് നാടിനെ എങ്ങനെ നന്നാക്കണമെന്ന് ചിന്തിക്കാനായിട്ട് കൂടി വരുന്ന സ്ഥലമാണ് ചർച്ച. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നാടിനെ നന്നാക്കാനായിട്ട്, രാജ്യങ്ങളെ നന്നാക്കാനായിട്ട്, രൂപാന്തരപ്പെടുത്താനായിട്ടുള്ള അഭിഷേകം കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. നിനക്ക് എത്ര പ്രായം കുറഞ്ഞ വ്യക്തിയാണെങ്കിലും, പ്രായം കൂടിയ വ്യക്തിയാണെങ്കിലും, വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെങ്കിലും ഉള്ളവനാണെങ്കിലും, that does not matter. എന്റെ പിതാവിനെ തന്നെ അറിയാം, 10ാം ക്ലാസ് പാസ്സായിട്ടില്ല, സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട വ്യക്തിയാണ്. എന്നാൽ ലോകരാജ്യങ്ങളിൽ അനേക ലക്ഷക്കണക്കിന് ആളുകൾ, ദശലക്ഷക്കണക്കിന് ആളുകളെ യേശു ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് കാണിക്കാൻ ദൈവം തന്നെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. എന്റെ കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് അറിയാൻ പറ്റാത്ത വ്യക്തിയാണ് ഞാൻ. പാസ്റ്ററുടെ മകനായിട്ടാണ് ജനിച്ചെങ്കിൽ I used to stammer for words. But when the Holy Spirit anointing came upon me, when I realized the purpose of my anointing, realized the purpose of my existing, life change. Hallelujah. Every single day, God has a plan for your life. Not only Sunday, Monday to Saturday. Most important thing is Monday to Saturday. ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. യു ആർ ദ ചർച്ച്. നിങ്ങളാ ചർച്ച്. ഹല്ലേലൂയ. നിങ്ങൾ പോകുമ്പോൾ സഭ നിങ്ങളെ കൊണ്ടുപോവാണ്. നിങ്ങൾ പോകുന്നിടത്തോടെ സഭ കൊണ്ടുപോവാ. നിങ്ങൾ പോകുന്നിടത്തെല്ലാം, യേശു പോയിടത്തെല്ലാം ഒരു ചെറിയ സ്വർഗമായി മാറിയെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തോടെ സ്വർഗമായി മാറും. ഹല്ലേലൂയ. ധൈര്യമായിട്ട് രോഗികളുടെ മേൽ കൈവച്ചോ, അത് സൗഖ്യമാകും. ഹല്ലേലൂയ. അസാധ്യമായ സാഹചര്യങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിച്ചോ, അവിടെ വ്യത്യാസം ഉണ്ടാവും. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എന്നാണ് അടുത്ത പുസ്തകത്തിന്റെ പേര്. അത് വേർബാ, നൗണല്ല. പ്രവർത്തികൾ, ക്രിയ അല്ലേ? നാമല്ല, ക്രിയ. പ്രൈസ് ദി ലോർഡ്. അതാണ് ചർച്ച എന്ന് പറഞ്ഞാൽ ക്രിയ. ഇറ്റ്സ് നോട്ട് എ നൗൺ, ഇറ്റ്സ് എ verb. നമുക്കിത് എഴുതാം. ശരിയാൻ തമ്പിയുടെ പ്രവൃത്തികൾ, ഹല്ലേലൂയ. അനീഷിന്റെ പ്രവൃത്തികൾ, റിബിന്റെ പ്രവൃത്തികൾ, അപ്പോസ്തല പ്രവൃത്തി തീർന്നിട്ടില്ല, തുടർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പാസ്റ്റർ റജി കുര്യന്റെ പ്രവൃത്തികൾ, ബ്രദർ റോയിയുടെ പ്രവൃത്തികൾ, കസാൻഡ്രയുടെ പ്രവൃത്തികൾ. ഹല്ലേലൂയ. കാരണം അത് അവരുടെ മേലുണ്ടായിരുന്ന അതേ പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് ആക്കി വെച്ചിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ നമ്മളിൽ കൂടി വീണ്ടും അത് തുടരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ ആ പർപ്പസ് ഫിൽഡ് ആയിട്ടുള്ള ചർച്ച അല്ലെങ്കിൽ നമ്മുടെ ഇതൊരു ക്ലബായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പർപ്പസ് നമുക്ക് നഷ്ടപ്പെട്ടു, നമ്മുടെ എസൻസ് നഷ്ടപ്പെട്ടു. ഇന്ന് 1ാം ദിവസം തന്നെ ഞാനത് പ്രഖ്യാപിക്കുക, ഞാനത് പറയുക. We have to really define the purpose of our existence. ഇവിടെ കൂടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടി വരുന്നതിന്റെ മെയിൻ പർപ്പസ്, നമ്മൾ ഇവിടെ കൂടി വരുന്നതുകൊണ്ട് ഈ രാജ്യത്ത് നിൽക്കുന്നതാണ്. നമ്മളിവിടെ കൂടി വരുന്നതുകൊണ്ട് ഇന്ത്യയിൽ എന്തെങ്കിലും നടക്കണം, നമ്മുടെ കുടുംബങ്ങളിൽ നടക്കണം, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നടക്കണം,
അതിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാകാം. ഞാൻ കൂടി പ്രാർത്ഥിക്കും. ഒരു ദിവസം പറയരുത്. Hallelujah. I want to pray for you. Everybody. I really believe that the anointing of God is here. ദൈവം നമ്മളെ ഒരു പ്രത്യേകമായ അഭിഷേകത്താൽ കർത്താവ് രാത്രി നിറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക. Hallelujah. അങ്ങനെ ആഗ്രഹമുള്ളവർ കർത്താവെ അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവെ എന്നെ ഉപയോഗിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു ദാഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ഇന്ന് രാത്രി ദൈവം നിറയ്ക്കുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ശകല ഹംദല വറക്ക വലിമി റിക്കി ഹംദല വറംബല വറംബല വബദരി ഗദല വറംബല വറബല വബദരിയ ജീദ റബ റോകോ ദോറോ ദോറോ റോകോ വബദല ദിനിയ ദലാവ റക്കബ വബദല 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 ഗദല വബദല വബദല വറക്കദലി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൊടുക്കുന്നു. കർത്താവേ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോ പ്രിയ മക്കളെ അവിടെ കരുണയിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, thank you Lord that you have called us, anointed us Lord to be the church on this earth, to bring the kingdom of God. കർത്താവേ, ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വാഴ്ച നടത്തിയെടുക്കുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ ഞങ്ങളെ കർത്താവ് വിളിച്ചതിനായിട്ട്, രക്ഷിച്ചതിനായിട്ട്, അഭിഷേകം ചെയ്തതിനായിട്ട് നന്ദി പറയുന്നത്. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരും ഇവിടുത്തെ കാരണങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ ചർച്ചിന്റെ ഈ കൂടിവരവിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ കർത്താവേ ഞങ്ങളുടെ പർപ്പസ് മനസ്സിലാക്കി അർത്ഥപൂർണമായിട്ട് ഓരോ ദിവസവും ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ, ഞങ്ങൾ ജോലി ചെയ്യാൻ പോകുമ്പോഴും, ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും, ആളുകളോട് സംസാരിക്കുമ്പോഴും ഞങ്ങൾ ആരാണെന്നുള്ള ബോധ്യത്തോടു കൂടി, ഞങ്ങളുടെ അധികാരവും അവകാശവും എന്താണെന്നുള്ള ബോധ്യത്തോടു കൂടി, കർത്താവേ ഞങ്ങളെ കുറിച്ചുള്ള അവിടുത്തെ വിളിയുടെ ഉദ്ദേശം എന്താണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ. കർത്താവെ, പ്രാർത്ഥിക്കുവാനുള്ള, ദൈവസന്നിധിയിൽ ഇരിക്കുവാനുള്ള വലിയൊരു ആഗ്രഹം, വാഞ്ച, പരിശുദ്ധാത്മാവിനാൽ നിറയുവാനുള്ള വാഞ്ച ഓരോരുത്തരുടെയും ഉള്ളിൽ കർത്താവ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു രക്ഷകന്റെ ധന്യമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. പല വാക്കുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മൾ എത്രത്തോളം അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും കരയുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ചാർജ് ചെയ്യുവാൻ, ആത്മീയമായി ചത്തു കിടക്കുന്ന ചില ജീവിതങ്ങളെ ഈ കൂട്ടായ്മയിൽ കൊണ്ടുവന്ന് ചാർജ് ചെയ്ത് ദേശത്തേക്ക് അയക്കുന്ന നാളുകളായി 2023 മാറുന്ന പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം വെളിപ്പെടുത്തുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം ഇന്നിവിടെ നടക്കുന്നത് പ്രോഗ്രാമാണ്. അടുത്ത ആഴ്ച മുതൽ എഴുതിയ പ്രോഗ്രാം അല്ല. ഇന്ന് പകൽക്കാലം ഉമ്മൽക്കോയിൻ ചർച്ചിൽ മീറ്റിംഗ് കടന്നു വന്നവർക്ക് അറിയാം. അവിടെ ഒരു പ്രോഗ്രാമും ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചതല്ല. പരിശുദ്ധാത്മാവിനാൽ നടക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. അടുത്ത ആഴ്ച മുതൽ ഇവിടെ നടക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ. ഇവിടെ നിയന്ത്രിക്കുന്നത് മാനുഷിക നിയന്ത്രണങ്ങൾ ഒന്നുമല്ല, പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചുകൊള്ളുന്ന ഒരു ചർച്ചയായി തീരും. അതിന്റെ ഇടയിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നടക്കും, ദൈവീയ സൗഖ്യം നടക്കും, മാനസാന്തരം നടക്കും, ദൈവീയ പല അത്ഭുതങ്ങളും ഈ ഹോളിനകത്ത് നടക്കുവാൻ പോകുന്ന ഒരു വർഷമായി പരിശുദ്ധാത്മാവ് വ്യക്തമായി പകൽക്കാലം വെളിപ്പെടുത്തുകയാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് നമ്മുടെ ദൈവം സർവശക്തനാ, അവൻ അത്ഭുത മന്ത്രിയാ, അവൻ വീരനായ പിതാവാ, നിത്യനായ ദൈവമാ. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുവാൻ ഈ ഹോളിനകത്ത് കടന്നു വന്നിരിക്കുന്നത്. ഇത് മാനുഷികമായി ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ എഴുന്നേറ്റ് നിൽക്കുമോ എന്ന് പോലും ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ചിന്തിച്ചതാ. എങ്ങനെ ഈ പ്രോഗ്രാം നടത്തി ഇത് തീരുമാനിച്ച ദിവസം മുതൽ ശത്രു വളരെ അലട്ടിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ നാളുകളിൽ ഒന്നും ഇല്ലാത്ത രോഗം, ചുമയും കഫക്കെട്ടും കൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു വാക്ക് പോലും പറയുവാൻ പറ്റുമോ, ശ്വാസം മുട്ടലൊക്കെ ആയിരുന്നു. പക്ഷെ ഹോളിൽ കടന്നു നിന്ന് ഞങ്ങളുടെ ഉമ്മൽക്കോൻ പ്രാർത്ഥിച്ച് ബിജു പാസ്റ്റർ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ അന്തരീക്ഷം മാറുവാനിടയാണ്. ഇത് പകൽക്കാലം ഇവിടെ കടന്നു വന്നപ്പോഴും ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ദൈവം ഇതിനകത്ത് ദൈവപ്രവൃത്തികൾ വെളിപ്പെടുക തന്നെ ചെയ്യും. സമയക്കുറിക്കൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുകയാണ്. പ്രത്യേകം നമ്മുടെ ക്ഷണപ്രകാരം കടന്നു വന്ന ദൈവദാസന്മാരുണ്ട്. അബുദാബിയിൽ നിന്ന് കടന്നു വന്ന പ്രിയ
ഡോക്ടർ ചെറിയാൻ തമ്പിയുണ്ട്. 1-2 ആശംസകൾ പറഞ്ഞ് മാക്സിമം ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് സമയമേ തരുവാൻ കഴിയത്തുള്ളൂ. പ്രാരംഭമായിട്ട് ഡോക്ടർ ചെറിയാൻ തമ്പി മുന്നോട്ട് കടന്നു വന്ന് 4 മിനിറ്റ് ആശംസാ വാക്കുകൾ പറയുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുവാൻ, നിങ്ങളുടെ ഇടയിലായിരിക്കുവാൻ ദൈവം തന്ന ഈ വലിയ ഭാഗത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് വളരെയധികം സ്നേഹിക്കുന്ന ഇന്ത്യ ചർച്ചിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ ബിജു തമ്പി എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ GCCയുടെ ചുമതല വഹിക്കുന്ന പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ റിജി കുര്യൻ, ഞങ്ങൾ അച്ഛൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ കടന്നു വന്നിരിക്കുന്ന ബാക്കി പാസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഇന്ന് ആമേൻ ഹല്ലേലൂയ ഇവിടെ പാസ്റ്റർ എബ്രഹാം, അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാ ദൈവമക്കളുടെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ വന്നപ്പോൾ ഒരു ആശംസയൊന്നും പറയണമെന്ന് ഒരിക്കലും ഉദ്ദേശിച്ചല്ല ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു വാക്യം വായിച്ചുകൊണ്ട് പെട്ടെന്ന് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. എന്നാൽ ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ച് കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞെന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും. അവൻ അവിടെ ബാക്കിയുണ്ടായിരുന്ന 7 ഗോത്രങ്ങൾ അവർ മുമ്പോട്ട് വന്ന് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവകാശങ്ങൾ, കാലേബ് ഒക്കെ അവകാശങ്ങൾ ഏറ്റെടുത്തതുപോലെ, അല്ലെങ്കിൽ പലരും മറ്റ് ഗോത്രങ്ങൾ വന്ന അവകാശം ഏറ്റെടുത്തതുപോലെ ഇവർ അവിടെ നിന്നപ്പോൾ യോശുവ അവരോട് പറയുവാണ്, നിങ്ങൾ എത്രത്തോളം പിതാവ് തന്നിരിക്കുന്ന ഈ ദേശം എടുക്കുവാനായിട്ട് നിങ്ങൾ മടിച്ചിരിക്കും. ആമേൻ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അറിയാവുന്നതുപോലെ വളരെയധികം സഭകൾ ഇവിടെ ഉണ്ട്. എന്നാൽ പല സഭകളുടെയും ദർശനങ്ങൾ ഒരുപക്ഷെ വ്യത്യാസമായിരിക്കാം. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ഒരു ആമേൻ ഹല്ലേലൂയ സ്തോത്രം ദേശം ആമേൻ പിടിച്ചടക്കുവാൻ തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ സ്തോത്രം അതിന് മടിച്ചിരിക്കാതെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് ആമേൻ ഈ ദേശത്തെ കൈവശമാക്കുവാൻ, ആമേൻ അതുപോലെ ദൈവം നമുക്ക് വാഗ്ദത്തമായി തന്നിരിക്കുന്ന ആമേൻ ദേശങ്ങളെ കൈവശമാക്കുവാൻ, ഈ ഗൾഫ് രാജ്യങ്ങളെ കൈവശമാക്കുവാൻ അത് മടിച്ചിരിക്കാതെ അതിനുവേണ്ടി ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ ദുബായിലും ആമേൻ ഒരു സഭ തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം ശക്തീകരിച്ചതും ബലപ്പെടുത്തിയതും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും മടിച്ചിരിക്കാതെ ഈ വാഗ്ദത്തങ്ങൾ ആമേൻ നമുക്ക് ഹല്ലേലൂയ നമുക്ക് ആമേൻ ലഭിക്കുവാനായിട്ട്, കാലേബ് തന്റെ വാഗ്ദത്തം സമയമായപ്പോൾ താൻ യുദ്ധം ചെയ്ത് പ്രാപിച്ചതുപോലെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഈ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ സഭയെ ദൈവം ഉപയോഗിക്കട്ടെ, ഈ ദേശത്തെ കൈവശമാക്കുവാൻ ദൈവം ഉപയോഗിക്കട്ടെ. അത് ആമേൻ നമുക്ക് ആമേൻ ഹല്ലേലൂയ സ്തോത്രം തമ്പി പാസ്റ്റർ ഞങ്ങളുടെ ഇടയിൽ വെച്ചെന്ന് വിളിക്കുന്ന നമ്മുടെ സഭയ്ക്ക് നമുക്ക് എല്ലാവർക്കും മാതൃകയായിട്ട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് കാണിച്ച് നൽകിയിട്ടാണല്ലോ ഈ ലോകത്തിൽ നിന്ന് താൻ പോയിരിക്കുന്നത്. ആമേൻ ആ ദർശനത്തോടു കൂടി ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആ ഒരു വലിയ മിഷൻ, ആ ഒരു ആത്മഭാരത്തോടു കൂടി പല ഹൃദയങ്ങളെയും പല ഹല്ലേലൂയ സ്തോത്ര യുവയിലെ പല ഇപ്പൊ പറഞ്ഞതുപോലെ നാഷണാലിറ്റീസിനെ ആമേൻ ഇവിടുത്തെ കൊട്ടാരങ്ങൾ തുറക്കുവാനും ആമേൻ ഈ സഭ അതുമൂലം നമ്മൾ ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ മടിച്ചിരിക്കാതെ വീണ്ടും വീണ്ടും പുതിയ പ്രവർത്തനങ്ങൾ ചെയ്ത് അതിലേക്ക് നടത്തുവാനായിട്ട് ഈ സഭയെ ആമേൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോട് ഇരുന്നപ്പോൾ ഒരു നിമിഷം കൊണ്ട് പാസ്റ്റർ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ താമസിക്കുവാനും അന്ന് താൻ വളരെയധികം ദുഃഖത്തോടുകൂടി ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ തനിക്ക് ഒത്തിരി രോഗങ്ങളുണ്ട്. എന്നാൽ ഞാനൊരു ഡോക്ടറാണെങ്കിലും ഒരിക്കലും അദ്ദേഹം യാതൊരു വിധത്തിലുള്ള ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും എന്നോട് ഡിസ്കസ് ചെയ്യാറില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടെങ്കിലും തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാൽ താൻ വളരെ വിഷമത്തോടുകൂടി ഇരുന്നപ്പോൾ എന്താണെന്ന് ചോദിക്കുവാൻ എൻ്റെ ഭവനത്തിൽ വെച്ച് ചോദിച്ചപ്പോൾ നേപ്പാളിൽ തനിക്കൊരു അവിടെ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു വർക്ക് ഉണ്ട്. അവിടെ 16 സഭകളുണ്ട്. അവിടെ എന്തോ ചില കാരണങ്ങൾ അവിടേക്ക് സപ്പോർട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചില കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലോട്ടുള്ള സപ്പോർട്ടുകൾ ചെയ്യുവാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുവാനും അന്ന് എന്നോട് മോന് ആ വർക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ ഒരു മിഷന്റെ അല്ലെങ്കിൽ ഒരു വലിയൊരു മിനിസ്ട്രിയുടെ ഒരു തുടക്കം എൻ്റെ ഹൃദയത്തിൽ വിതച്ച് ആമേൻ ഹല്ലേലൂയ. അതുപോലെ നേപ്പാളിൽ നമുക്ക് ഓൾറെഡി പ്രവർത്തനമുണ്ട്.
സപ്പോർട്ട് ചെയ്യാനും എല്ലാം ദൈവം സഹായിച്ച് സാധിക്കുന്നു. അവിടെ 16 സഭകളുണ്ട്. ആമേൻ ഹല്ലേലൂയ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാത്രം വന്നിരിക്കുന്ന പാസ്റ്റേഴ്സും ഫാമിലി. അവിടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, അവിടെ ചിൽഡ്രൻസ് ഹോം ഉണ്ട്. ആമേൻ ഹല്ലേലൂയ. അവിടെ മാധവ് എന്ന് പറയുന്ന പാസ്റ്ററാണ് അതിൻ്റെ ലീഡർഷിപ്പ് വഹിക്കുന്നത്. അങ്ങനെ ആമേൻ സ്തോത്രം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആ വലിയൊരു ദർശനം ആമേൻ തവി പാസ്റ്റർ നമുക്ക് തന്നിട്ട് പോയി വലിയ ദർശനത്തോടു കൂടി മടിച്ചിരിക്കാതെ ഉത്സാഹത്തോടു കൂടി ഈ ദേശത്തെ കൈവശമാക്കുവാൻ ഈ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ഈ നാളുകളിൽ ശക്തമായ നേപ്പാളിന്റെ പ്രദേശത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സമയക്കുറവുകൊണ്ട് ഞാൻ അടുത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് കടന്നു വന്ന ഡേവിസ് പാസ്റ്ററാണ്. ഒരു 3-4 മിനിറ്റ് എടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ, ഈ യോഗം ലീഡ് ചെയ്ത കൃതാനദാസൻ, മുജുത്തബി പാസ്റ്റർ, അതുപോലെ റീച്ചയൻ, സ്റ്റീഫൻ പാസ്റ്റർ, എനിക്ക് മുൻപായിട്ട് സംസാരിച്ച കൃതാനദാസൻ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇപ്രകാരം ഒരു സാഹചര്യവും എനിക്കും സംബന്ധിക്കാനായിട്ട് സുഹൃത്ത് ദൈവം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ തുടക്കം എനിക്കറിയാം, മൽക്കോയിലെ ദൈവസഭയും ദൈവദാസനും ഒരുമിച്ച് ദൈവം അവരെ ഹൃദയത്തിൽ കൊടുത്തായ നല്ല താല്പര്യങ്ങളെ ഇവിടം വരെ കൊണ്ടുവരുവാനായിട്ട് കർത്താവ് സഹായിച്ചെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ ഓർക്കുന്നു, കർത്താവിന്റെ ദാസൻ നേരത്തെ ഓർമ്മിക്കാനായിട്ട് ഇടയായിരുന്നു, ഇവിടെയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഓരോ ചർച്ച അല്ല, അതിൽ കൂടുതൽ ചർച്ചകളെ സ്ഥാപിക്കാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ പ്രിയപ്പെട്ടവരുടെ മേലെ പകരട്ടെ. തിരുവചനത്തെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, എരിഹോ എന്ന് പറയുന്ന പട്ടണത്തിന്റെ തെരുവിലൂടെ വിടുതൽ പ്രാപിച്ച വലിയൊരു കൂട്ടം ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഇരമ്പൽ കേട്ടിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ചോദിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്, എന്താണ് ഈ വ്യത്യസ്തമായ ശബ്ദം? അവർ പറഞ്ഞത്, യേശു ഈ തെരുവിലൂടെ വരുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ഒരിക്കലും യേശുവിനോട് പ്രാർത്ഥിക്കാനല്ല വന്നത്, പക്ഷേ അവനെ യേശുവിനെ വിളിക്കാൻ പ്രേരിപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനുകളും വിടുവിക്കപ്പെട്ടവരുടെ ശബ്ദമായി നമ്മൾ മാറുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ വന്ന